കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപ് വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഇത്തരം കാര്യങ്ങളിൽ സൈന്യം എങ്ങനെയാണ് ഇടപെടുന്നത് എന്നതിനെ സംബന്ധിച്ച് 1970 ആംഡ് ഫോഴ്സ് ആക്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ഭാഗം ഇത് എന്നെ കേൾക്കുന്ന പ്രേക്ഷകര് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് വായിക്കാം. അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓൺ എയ്ഡ് ടു സിവിൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ്, ജില്ലാ ഗവൺമെന്റ്, ജില്ലാ ഭരണകൂടം, അതിനാണ് സിവിൽ അതോറിറ്റി എന്ന് പറയുന്നത്. സിവിൽ അതോറിറ്റി ബൈ ദ ആംഡ് ഫോഴ്സസ്, the army compiles the details of incurred expenses and forward them to the state government. അതായത് ഒരു സംസ്ഥാനത്ത് ആർമി വന്നിട്ട് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയാൽ അതിന് വേണ്ടി വരുന്ന ചെലവെല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടി അത് സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിക്കണം. അതാണ് സംസ്ഥാന ഗവൺമെന്റിനോട് പൈസ ചോദിച്ചു എന്ന് പറയുന്നത്. അടുത്ത വാചകവുമാർ ആരും പറയല. അടുത്ത വാചകത്തിൽ പറയുന്നത് the state government then only need to submit this bill to the Central Ministry of Home Affairs. സംസ്ഥാന ഗവൺമെന്റ് പൈസ അല്ല കൊടുക്കേണ്ടത്, പൈസ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കിട്ടിയ ബില്ല് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്താൽ മതി, അല്ലാതെ പൈസ കൊടുക്കണ്ട. ഇത് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? which reimburse these expenses from the relief fund allotted to the state government by the central government. അങ്ങനെ കൊടുക്കുന്ന ഈ ബില്ല്, അതിനകത്തെ ബില്ലിന്റെ തുക സംസ്ഥാന സർക്കാരിലേക്ക് കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ റിലീഫ് ഫണ്ടിനകത്ത് നിന്ന് തട്ടിക്കിഴിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഒരു പൈസയും കൊടുക്കേണ്ട കാര്യമില്ല. ഇനി പൈസയായിട്ട് കൊടുക്കണമെന്നുണ്ടെന്നിരിക്കട്ടെ, സംസ്ഥാന സർക്കാർ അയ്യോ ഞങ്ങൾ ഇങ്ങനെ തട്ടിക്കിഴിക്കുന്ന, ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, മലയാളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് പൈസയൊക്കെ തരും, ഞങ്ങളുടെ പൈസയുണ്ട്. അങ്ങനെ ഇവിടുന്ന് അവർക്ക് കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട്. ആ ഫണ്ട് ആരാ തരുന്നത്? അത് കേന്ദ്ര ഗവൺമെന്റാ തരുന്നത്. അപ്പൊ കേന്ദ്രം ഇങ്ങോട്ട് തരുന്ന പൈസക്കകത്തുനിന്ന് പൈസയായിട്ട് വേണേ കൊടുക്കാം. ഇനി പൈസ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അത് തട്ടിക്കിഴിച്ചാൽ മാത്രം മതി. ഇതാണ് കേന്ദ്രം പറയുന്നത്. പക്ഷെ ഈ കാര്യം ആരെങ്കിലും പറയുന്നുണ്ടോ? ഇത് മറച്ചു വെച്ചിട്ട് ഇത് സർക്കാർ ഞങ്ങളോട് പൈസ ചോദിച്ചു എന്ന് പറയുമ്പോ എത്ര വലിയ പാപ്പരത്തമാ അത്. അത് സാധാരണ ജനങ്ങൾ ഇത് അറിയാൻ ഒരു അവസരമായി. ഏതായാലും ഈ ചർച്ച വന്നതോടുകൂടി സാധാരണ ജനങ്ങൾ ഇത് അറിയാൻ അവസരമായി. ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഹൈക്കോടതിയുടെ മുമ്പാകെ കേരള സംസ്ഥാന ഗവൺമെന്റ് ഡിസംബർ മാസം 11 കൊടുത്ത സത്യവാങ്മൂലം അഫിഡവിറ്റില് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളും കൂടി നമ്മൾ മലയാളി സമൂഹം, പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അതിന്റെ 2ാമത്തെ പേജിൽ അവസാനത്തെ ഹെഡിങ്ങിൽ പറയുന്നു SDRF നിന്ന് കൊടുത്ത തുകകൾ ഏതൊക്കെയാണ്, എത്രയാണ് എന്ന്. അതായത് സംസ്ഥാനത്തിന്റെ ഫണ്ടിൽ നിന്ന് കൊടുത്ത തുക എത്രയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, സംസ്ഥാന ഫണ്ട് എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ അല്ല, കേന്ദ്രം കൊടുത്ത പൈസയാണ്. അതിൽ 2ാം കോളത്തിൽ 4D പറയുന്നത് KSEBക്ക് 9 കോടി രൂപ കൊടുത്തു. SDRF നിന്നാണ് കൊടുത്തത്, സംസ്ഥാന ഖജനാവിൽ നിന്നല്ല കൊടുത്തത്. അപ്പൊ KSEBക്ക് കൊടുത്തതും ഓരോ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തതും എല്ലാം പറയുന്നുണ്ട്. അതുപോലെ 4ാമത്തെ പേജിൽ 7 മുതൽ 12 വരെ ഖണ്ഡികകളിൽ പറയുന്നത് 5 ഗവൺമെന്റ് ഉത്തരവുകൾ പ്രകാരം വിവിധ വകുപ്പുകൾക്ക് കൊടുത്തിരിക്കുന്ന കോടിക്കണക്കിന് രൂപയാണ്. അതിന്റെ മുഴുവൻ വിശദാംശവും വായിച്ച് ഞാൻ സമയം കളയുന്നില്ല. അതായത് ഈ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കേരള സർക്കാർ കൊടുത്തിരിക്കുന്ന കണക്കാണിത്. അതിൽ 4ാമത്തെ പേജിൽ പറയുന്നു 132 കോടി 61 ലക്ഷം ഹെലികോപ്റ്റർ വാടക ആയിട്ട് ഡിഫൻസ് മിനിസ്ട്രിയിലേക്ക് കൊടുക്കാനുണ്ട് എന്ന്. അതിന്റെ കണക്കും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ തന്നെ അതിന്റെ കണക്ക് എഴുതിയിട്ടുണ്ട് ഹൈക്കോടതി കൊടുക്കാൻ.
ആ കണക്കിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 1 മുതൽ 64 വരെയുള്ള ഹെഡിങ്ങുകളിൽ 1 മുതൽ 5 വരെയുള്ള ഹെഡിങ്ങിൽ 2006 ആണ്ടിലെ 4,58,000 രൂപയും 2016 2 കോടി രൂപയും 2017 ആണ്ടിലെ 9 കോടി രൂപയും 2018 അതായത് ഇപ്പൊ ഏറ്റവും അവസാനമുള്ളതില് 39 ബില്ലുകളിലായിട്ട് 100 കോടി രൂപയും 2018 മഹാപ്രളയകാലത്ത് 100 കോടി രൂപയും ആണ് ഈ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുന്നത്. ആ 2019 5 ബില്ലുകളിലായിട്ട് 2.5 കോടി രൂപയും 2020 3 ബില്ലുകളിലായിട്ട് 3 കോടി രൂപയും 2024 6 ബില്ലുകളിലായിട്ട് 13.5 കോടി രൂപയും, അതായത് ഈ വർഷം 13.5 കോടി രൂപയും ഉൾപ്പെടെ 132 കോടി രൂപയാണ് 2006 മുതൽ 2024 വരെ എന്ന് പറഞ്ഞ 18 വർഷക്കാലം കൊണ്ട് ഇന്ത്യൻ പട്ടാളത്തിന് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട തുക. ഈ തുക എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളതും കൂടി ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ 2018 മഹാപ്രളയ കാലത്ത് 3000 കോടി അനുവദിച്ചു, അതിൽ 900 കോടി ചെലവഴിച്ചു, ബാക്കി 2100 കോടിയുടെ കണക്ക് ചോദിച്ചപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞു. ഈ 2100 കോടിയിൽ നിന്ന് ഈ പറഞ്ഞ 132 കോടി എടുത്ത് വിമാനത്തിന്റെ കൂലി അങ്ങ് അടച്ച് അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത്രയും കൂടെ തുക ഇങ്ങോട്ട് സൗജന്യമായിട്ട് വീണ്ടും കിട്ടുമായിരുന്നു. അതും കൊണ്ടുപോയി കളഞ്ഞു. എന്തുകൊണ്ട് കളഞ്ഞു? 2100 കോടി രൂപ സഖാക്കന്മാര് കട്ടോണ്ടുപോയ സഖാവിനെ പുറത്താക്കിയതും കേസെടുത്തതും പാർട്ടി തന്നെ ശിക്ഷിച്ചതും ഒക്കെ കേരളത്തിലെ പത്രങ്ങളിൽ വന്നതാണ്. അപ്പോൾ 2100 കോടി രൂപ മോഷ്ടിച്ചു പോയത് കൊണ്ട് അതിന്റെ കണക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ കാലഘട്ടം മുതലുള്ള 18 വർഷക്കാലത്തെ ഹെലികോപ്റ്റർ വാടകയാണ് ഈ 132 കോടി രൂപ. അതിൽ കൂടുതൽ ഞാൻ ഇതിനെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോ ഈ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കണക്കങ്ങോട്ട് കൊടുത്താൽ മതി. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുമ്പോൾ 75% കേന്ദ്രത്തിന്റെയും 25% സംസ്ഥാനത്തിന്റെയാണ്. ഇനി സംസ്ഥാനത്തിന്റെ ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുകയാണ്, ഒരു പൈസ കൊടുക്കാനില്ല സാർ എന്ന് പറഞ്ഞാലും കേന്ദ്രത്തിന് ഒരു കുഴപ്പമില്ല. കേന്ദ്രം പറയും എന്നാൽ ഞങ്ങൾ കയ്യിൽ നിന്ന് പൈസ എടുത്തോളാം. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അതിനൊരു പ്രൊവിഷൻ ഉണ്ട്. ഒരു സംസ്ഥാനം പാപ്പരായി പോയാൽ ആ സംസ്ഥാനത്ത് ദുരിതാശ്വാസം നടത്താതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ 25 ഇങ്ങോട്ട് ഇട്ടിട്ട് ഞങ്ങളുടെ 75 തരുമെന്ന് ഒരു കേന്ദ്ര ഗവൺമെന്റ് പറയല. പകരം എന്താ കേന്ദ്രം ചെയ്യുന്നത്? കേന്ദ്രം ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ 25% കൂടെ കേന്ദ്രം ഇങ്ങോട്ട് തരും. എന്നിട്ട് അടുത്ത കൊല്ലത്തെ കണക്കിൽ ആ 25% തട്ടിക്കിഴിക്കും. അതായത് തൽക്കാലം ഈ വർഷം കാര്യം നടക്കട്ടെ എന്ന് പറയും. ഇപ്പൊ കേരളത്തിന്റെ ഹൈവേയുടെ പ്രശ്നം അതാണല്ലോ. കേരളത്തിന്റെ ഹൈവേയില് 15% തുക കേരളം അടയ്ക്കണം. കേരളം കൈവലത്തി ഞങ്ങളുടെ പൈസ ഇല്ല, ഞങ്ങൾക്ക് ഹൈവേ വേണ്ട എന്ന് പറഞ്ഞപ്പോ കേന്ദ്രം എന്താ പറഞ്ഞത്? നിതിൻ ഗഡ്കരി പറഞ്ഞു നിങ്ങളുടെ പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇട്ടോളാം. 100% ഞങ്ങൾ പൈസ ഇട്ടിട്ട് കേരളത്തിൽ കൂടെ ഹൈവേ ഉണ്ടാക്കിക്കോളാം. കാരണം കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് വേണം എന്ന് പറഞ്ഞിട്ടാണ് കേന്ദ്രം നിലപാടെടുത്തത്. അതുപോലെ തന്നെ കേന്ദ്രം ഇവിടെ നിലപാടെടുക്കും. ഇനി ഇതിന് പുറമെ ഒരു 40 കോടി രൂപ വേറെ ഉണ്ട്. അതായത് ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ ആദ്യം ചെലവാക്കേണ്ട പണമുണ്ട്. ആ പണം എന്ന് പറയുന്നത് റോഡുകൾ വൃത്തിയാക്കുക, പൊളിഞ്ഞുപോയ പാലത്തിന് പകരം സംവിധാനം ഉണ്ടാക്കുക, ഇപ്പൊ ബെയിലി പാലം പോലെ സംവിധാനം ഉണ്ടാക്കുക, അങ്ങനെയുള്ള അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ 40 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ 40 കോടി രൂപ സംസ്ഥാനത്തിന്റെ അല്ല, അതും കേന്ദ്രത്തിന്റെ ഫണ്ടാണ്. ഞാൻ പറയുന്നത് ഒരൊറ്റ പൈസ, ഒരു സിംഗിൾ പൈസ, ഞാൻ ആലങ്കാരികമായിട്ട് ചുമ്മാ പറയുന്നതല്ല ഒരു പൈസ എന്നൊക്കെ, കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് പറയാണ്, ഒരു പൈസ കേരള ഖജനാവിൽ നിന്ന് ഇന്നുവരെ വയനാടിന് വേണ്ടി കേരളം ചെലവാക്കിയിട്ടില്ല. ഉണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആർക്ക് എവിടെ കൊടുത്തു എന്ന് പറയണം. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എത്ര കൊടുത്തു, വാട്ടർ അതോറിറ്റിക്ക് എത്ര കൊടുത്തു, ഫയർഫോഴ്സിന് എത്ര കൊടുത്തു, ഇലക്ട്രിസിറ്റി ബോർഡിന് എത്ര കൊടുത്തു, സിവിൽ സപ്ലൈസിൽ അരി മേടിച്ചതിന് എത്ര കൊടുത്തു, മെഡിക്കൽ ഡോക്ടർമാരെ മരുന്നും കൊടുത്തതിന് എത്ര രൂപ കൊടുത്തു? ഇതിന് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ഒരൊറ്റ പൈസ ഇന്ന് വരെ ചെലവഴിച്ചിട്ടില്ല. മുഴുവൻ ചെലവഴിച്ച പൈസയും കേന്ദ്രം തന്ന പൈസയാണ്. അപ്പൊ കേന്ദ്രത്തിന്റെ പണമെടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ബാക്കിയുള്ളതിന് കണക്ക് കൊടുക്കാതെ കേന്ദ്രത്തിനെതിരെ ഹർത്താലും നടത്തി സമരവും നടത്തി അവസാനം ഹൈക്കോടതി പോയല്ലോ. ഹൈക്കോടതി കണ്ടം വഴി ഓടിച്ചില്ലേ? ഹൈക്കോടതി 5 ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി ഇല്ലല്ലോ. അവസാനം ചോദിച്ചു നിങ്ങൾ ഈ കള്ളക്കണക്ക് എഴുതി അവസാനം കണക്കും ഇല്ലാതെ കോടതിയിലോട്ട് വരികയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ലായിരുന്നു നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രതിനിധിക്ക്. ഇതല്ലേ ഹൈക്കോടതി? ഇപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ BJP ആണ്, രാഷ്ട്രീയമാണ്, കേന്ദ്രമാണ് എന്നൊക്കെ പറയും. ഹൈക്കോടതിക്ക് എന്ത് രാഷ്ട്രീയം? ഹൈക്കോടതിക്ക് എന്ത് BJP?
ആ ഹൈക്കോടതി ചോദിച്ചത് ഇതേ ചോദ്യമാണ്. ഇനിയിപ്പോ ആകെ പറയാവുന്നത് ജഡ്ജിമാര് മുഴുവൻ സംഖ്യയാണ്, അവരെ RSS ആണ് എന്ന് വേണേൽ പറയാം. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല, നാളെ പറയാൻ വെച്ചിരിക്കുന്ന അടുത്ത ക്യാപ്സ്യൂൾ അതാ. അപ്പോൾ ഇതാണ് അവസ്ഥ. കയ്യിൽ പണമുണ്ട്. ദുരന്തബാധിത പ്രദേശത്തെ ദുരിതബാധിതർക്ക് 1 കോടിയിലധികം പൈസ കൊടുത്തിട്ട് 150 കോടി പിന്നെയും സർക്കാരിന്റെ ബാക്കിയുണ്ട് എന്നുള്ളതിന്റെ കണക്കാണ് ഞാൻ വ്യക്തമായിട്ട് അവതരിപ്പിച്ചത്. ഇതിന് മറുപടി പറയാൻ കേരളത്തിൽ ആർക്കാണ് സാധിക്കുക? ഞാനിപ്പോൾ ബൈജു വിളിച്ചത് കൊണ്ടാണ് എനിക്ക് ഇവിടെ ഇരുന്ന് ഇത് സംസാരിക്കാൻ പറ്റുന്നത്. അതായത് ഇതേപോലെ ഞാൻ ഏതെങ്കിലും ഒരു മറ്റ് ചാനലിൽ സംസാരിക്കാൻ ചെന്നാൽ സമ്മതിക്കില്ല. ആര് സമ്മതിക്കില്ല? ആങ്കർ പോലും സമ്മതിക്കില്ല. അവർ തടസ്സമായിട്ട് ചാടും. പിന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിച്ച് ആക്രമിക്കും BJP-യെ. എന്നാൽ ഈ വസ്തുതകൾ കോടതിക്ക് ബോധ്യമായതുകൊണ്ട് കോടതി ആഞ്ഞടിച്ചു, കോടതി കൃത്യമായിട്ട് ചോദിച്ചു. ഇപ്പോൾ നമ്മൾ ന്യൂസ് കഫേയിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് കൊണ്ട് ബൈജു എന്റെ കഴുത്തിന് പിടിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എവിടെയെങ്കിലും പോയിരുന്നാൽ അവസ്ഥ എന്താ? അത് തരട്ടെ, അടുത്ത ആളിലേക്ക് പോകാം. അല്ലെങ്കിൽ ഒരു രക്ഷയില്ലേ പറയുന്നത്. ഇപ്പൊ ഒരു ഷോർട്ട് ബ്രേക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നു, പിന്നീട് വരാമെന്ന് പറഞ്ഞു പോകും, പിന്നെ ഒട്ട് വരികയില്ല. ഇതാണല്ലോ ഇവരുടെ തന്ത്രം. ഏതായാലും ഇതാണ് ഇതിന്റെ വാസ്തവം. ഇത് ഞാൻ പറഞ്ഞ ഈ വാസ്തവമല്ല. ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, ഇവിടുത്തെ മാധ്യമങ്ങളെയും വെല്ലുവിളിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഇത്രയും പറയാൻ അവസരം തന്നതിന് ബൈജുവിന് പ്രത്യേകം നന്ദിയും പറയുന്നു.